ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ ബറാത്ത് നോമ്പിൻ്റെ അന്നെടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. വീഡിയോയിൽ നമ്മൾ വ്ളോഗായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ഒന്നും ആയിട്ട് കാണിക്കുന്നില്ല. നമ്മളന്ന് ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുഴുവനായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാ അരി അരച്ചിട്ടുള്ള ദോശയല്ലേ, അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കറിയായിട്ട് ചിക്കൻ ഒരു മസാല ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ്റെ കുരുമുളക് ഇട്ട പെപ്പർ ചിക്കൻ പോലത്തെ ഒരു മസാല ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഇനിയിപ്പോൾ നമ്മൾ ഷവർമയ്ക്കുള്ള ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കുന്ന മുന്നേ ഞാൻ മസാല തേച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അത് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, 1 ഏലക്കായ ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ബോൺലെസ് ചിക്കനാണ്. എന്നിട്ട് ഇതുപോലെ ഞാൻ കട്ടാക്കി എടുത്തതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ജീരകം, വലിയ ജീരകം രണ്ടും കൂടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ഏലക്കായ, അത് 3 ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് വെക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ തൈര് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇപ്പം നമുക്ക് 1 കിലോ ചിക്കൻക്ക് എത്ര മുളക് പൊടി വേണം അത്ര ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ അതിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം കാശ്മീരി ആയതുകൊണ്ട് ഞാൻ 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അറബിക് സ്പൈസ് മസാലപ്പൊടി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് തന്തൂരി മസാലേൻ്റെ പൊടി ഉണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മന്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കപ്സൻ്റെ പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാലേൻ്റെ പൊടി അങ്ങനെയും വേണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തന്തൂരി മസാലേൻ്റെ ഒക്കെ പൊടി ചേർക്കണമെങ്കിൽ ചിക്കനക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഷവർമ്മയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അങ്ങനെ അത് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓർഗാനാണ് കേട്ടോ. ഓർഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കസൂരി മേത്തില്ലേ അത് ചേർത്ത് കൊടുക്കുക. രണ്ടും ഇല്ലെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട. ഞാൻ എൻ്റെ അടുത്ത് ഓർഗാനോ ഉണ്ടായതുകൊണ്ട് ഞാനത് ചേർത്തുന്നുള്ളൂ. ഇല്ലെങ്കിൽ കസൂരി മേത്തും ചേർത്ത് കൊടുക്കാം. ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത് ചേർക്കുകയാണെങ്കിൽ ചിക്കൻക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു അറബിക് ഷവർമൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 1-2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കന് മസാല തേച്ച് വെച്ചിട്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കട്ടെ. ഇപ്പോൾ നമ്മൾ ദോശ ചുടുന്ന ഇടയിൽ കൂടെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഇടയിൽ കൂടെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ ഒരുപാട് ഒന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ തന്തൂരി മസാല ആണെങ്കിലും മന്തി മസാല ഒക്കെ ആണെങ്കിലും 1 കിലോ ചിക്കൻക്ക് നമുക്ക് ഒരു കണക്കുണ്ടാവില്ല, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1 ടീസ്പൂണൊന്നും വേണ്ട, 1/4 ടീസ്പൂണിനെക്കാട്ടി കുറച്ച് ഏറെ അങ്ങനെ ചേർത്ത് കൊടുത്താൽ കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഒരു കുത്തലൊക്കെ വരുമല്ലോ, അങ്ങനെ ചേർക്കാതിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/4 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ തന്തൂരി മസാലേൻ്റെ പൊടി. അങ്ങനെ ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഞാനിതാ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ചിക്കൻ നല്ല ഹാർഡായി പോവരുതിട്ട്. അങ്ങനെ തുറന്ന് വെച്ച് നമ്മൾ അതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടച്ച് വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റായി വെന്ത് വരും വേണം. പുറത്ത് കുറച്ചൊരു ക്രിസ്പി ആയിട്ട് ഒരു നെരിവോട് കൂടി കിട്ടും വേണം കേട്ടോ ചിക്കന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഷവർമ്മക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പുറത്ത് പോയി ഷവർമ്മ കഴിക്കുമ്പോൾ ചിക്കനെ കണ്ടില്ല, കുറച്ച് നെരിഞ്ഞിട്ടുള്ള ചിക്കനാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് നേരമൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നല്ല ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചെടുത്തിട്ടോ. അപ്പോൾ ചിക്കനൊന്ന് പുറം ഭാഗം ഒന്ന് നെരിഞ്ഞ് വരും. അങ്ങനെ ഇനിയിപ്പോൾ ചിക്കൻ ഞാൻ മറിച്ചിട്ടിട്ട് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും പുറം ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഷവർമയിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു കേബേജിൻ്റെ പകുതി ആട്ടോ എടുത്തിട്ടുള്ളത്. കേബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു കുക്കുംബറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പിന്നെ ക്യാരറ്റ് കേട്ടോ. ക്യാരറ്റ് ചെറുതായിരുന്നു, അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഞാൻ ഒപ്പിച്ചെടുത്തതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ കട്ടാക്കി എടുക്കണം. അപ്പോൾ എല്ലാം കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. കനം കുറച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കാബേജ് ഞാൻ ആദ്യം കട്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ക്യാരറ്റും എല്ലാം ഇതുപോലെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കട്ടെ. കാബേജ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റുള്ളത് കാബേജും വേറെ മാറ്റി വെച്ചിട്ട് മറ്റൊക്കെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയും ക്യാരറ്റും കുക്കുംബറും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് കട്ടാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഞാനിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ടാക്കി എടുക്കുന്നത്. നീളത്തിലാണെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിന്നെ ചിക്കനെ നമ്മൾ ചെറുതാക്കിയിട്ടാണല്ലോ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ പിന്നെ ഞാൻ കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷവർമയിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല. അതിന് ഞാനൊരു 3-4 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഫ്രൈ ആക്കിയത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ 3-4 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനും ഞാനതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷവർമയിലേക്കുള്ള ചിക്കനും വെജിറ്റബിൾസൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷവർമ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയിലാട്ടോ ഷവർമ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തിയില്ലേ അത് വാങ്ങിയിട്ട് ഞാൻ പിന്നെ ചുട്ടെടുക്കട്ടെ ചെയ്യണത്. അപ്പോൾ 5 ഷവർമ റോളാട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷവർമയിലൊക്കെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കും. നമ്മൾ സാധാ ചപ്പാത്തി വേവിക്കുമ്പോൾ പിന്നെ പുറം ഭാഗമൊക്കെ ഇങ്ങനെ നെരിഞ്ഞ കറുപ്പ് അടയാളം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അതൊന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് മറിച്ചും തിരിച്ചിട്ടുകൊണ്ട് വേവിച്ചെടുക്കുക. അപ്പം ചപ്പാത്തി വേവും വേണം, എന്നാലും അടയാളങ്ങൾ അങ്ങനെ പിന്നെ നെരിവ് കാര്യങ്ങളും പിന്നെ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ പൊള്ളച്ചെടുക്കന്നെ വേണം ചപ്പാത്തി. പക്ഷേ തിരിച്ചും മറിച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിൻ്റെ പുറം ഭാഗം ഇങ്ങനെ ഇതേ കളറിൽ തന്നെ ചപ്പാത്തിൻ്റെ കളർ തന്നെ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ നെരിഞ്ഞ എന്താ പറയുക ഒരു ബ്ലാക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഇല്ലാതെ ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി ഇതുപോലെ വെന്ത് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കണ്ടേ ഷവർമ. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ആദ്യം ചിക്കൻ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് പിന്നെ വെച്ചെടുക്കുമ്പോൾ ഒരുപാടൊന്നും വെച്ചെടുക്കണ്ട കേട്ടോ. ഞാൻ ഫസ്റ്റ് വെച്ചത് കുറച്ച് വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി പോയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. ഫസ്റ്റത്തേൽ അങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ ഫുള്ളും നമ്മൾ വെജിറ്റബിൾസും ചിക്കനൊക്കെ കുറച്ചിട്ടാണ് പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാടായാലും നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ചപ്പാത്തി നടുവിലായിട്ട് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മേലെ ക്യാബേജ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാബേജിൻ്റെ മേലെ നമ്മൾ വെജിറ്റബിൾസ് മിക്സ് ഇല്ലേ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ മയോണൈസ് പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മയോണൈസ് കുറച്ച് ലൂസാക്കിയിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിലും ചിക്കനിലും എല്ലാത്തിലും മയോണൈസ് ഇറങ്ങിയിട്ട് പിടിച്ചോട്ടെ എന്നുള്ളതിൽ കുറച്ച് ലൂസാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ എല്ലാത്തിനും മേലായിട്ട് ഞാൻ കുറച്ച് കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ഒഴിച്ചെടുക്കണ്ട, കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. അപ്പം കെച്ചപ്പിനോട് ഇഷ്ടമില്ലാത്തവർ അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കാതെ അങ്ങനെ റോൾ ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ പിന്നെ കെച്ചപ്പ് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് പിന്നെ റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം 2 സൈഡിൽ നിന്ന് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ മുകൾ ഭാഗത്തു നിന്ന് മടക്കിയിട്ട് അങ്ങനെ റോൾ ചെയ്തെടുക്കട്ടെ ചെയ്യുക. അല്ലാതെ നമ്മൾ മുകളിൽ തന്നെ അങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ എല്ലാതും പുറത്തൊക്കെ വരും, ചിക്കനും വെജിറ്റബിൾസൊക്കെ പുറത്തൊക്കെ വരും. അതില്ലാതിരിക്കുക നമ്മൾ ആ സൈഡൊന്ന് ആദ്യം മടക്കി കൊടുക്കുക. അതിന് ശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കട്ടോ. അങ്ങനെ ഇപ്പോൾ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ ഷവർമ മുഴുവൻ ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഷവർമ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് കഴിക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.